പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസക്കാലം കൂടി ഒരുക്കി തന്ന കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവിന്റെ തിരുവചനം പറയാനുള്ള കൃപ ഒരിക്കൽ കൂടി എനിക്ക് കിട്ടിയതിന് ആ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ തിരുവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23 മുതൽ 31 വരെയുള്ള തിരുവചനം. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്ന് പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കിൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കിൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക എന്നവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിന്റെ അടുക്കിൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ, കർത്താവേ, എന്നെ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു, അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. ആമേൻ. കർത്താവിന്റെ തിരുവചനത്തിൽ ഇവിടെ അല്പവിശ്വാസിയായ നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. കർത്താവ് പറയുന്നു, നമുക്ക് ചില പ്രതിസന്ധികളും കുറേ വിഷമങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. എന്നാൽ കർത്താവിനെ നാം ചേർത്ത് പിടിക്കുമ്പോൾ എത്ര വലിയ പ്രതിസന്ധികളാണെങ്കിലും അത് കർത്താവ് നമുക്ക് നടത്തി തരും. നമുക്ക് പല ഡിപ്രഷനുകൾ ഉണ്ടാവാം, പല ടെൻഷനുകൾ ഉണ്ടാവാം, പല പല വേവലാതികളാണ്. നമുക്ക് മാർത്തയെ അറിയാം, മാർത്തയുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് നാം മനുഷ്യരുടെ ജീവിതത്തിലും. എന്നാൽ കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്തിനാണ് അവിശ്വസിക്കുന്നത്? ഞാനില്ലേ നിങ്ങളുടെ കൂടെ എന്നാണ്. കർത്താവിൽ വിശ്വസിച്ചാൽ നമുക്ക് എത്ര വലിയ പ്രതിസന്ധികളും അത് തരണം ചെയ്യാനുള്ള കൃപ കർത്താവ് അവിടുന്ന് ഒരുക്കി തരും. നല്ലൊരു ദിവസം കർത്താവ് നമുക്ക് ഒരുക്കി തരട്ടെ. എല്ലാ മഹത്വം ഈശോയ്ക്ക്. നന്ദി.